ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് 2025 കേരള PSC ചോദിച്ചു 2025 ഈ വർഷത്തിൽ കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള മുഴുവൻ സയൻസ് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി വരുന്ന പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്താണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം എന്താണ്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ് കേട്ടോ, ടൈറ്റാനിയം ഓക്സൈഡ്. ക്ലിയർ ആണ്. അടുത്ത് നമുക്ക് ചോദ്യം നോക്കാം. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്താണ്? സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓവ്യൂൾ വിത്താകുന്നു കേട്ടോ. അപ്പോൾ ഓവ്യൂൾ വിത്താകുന്നു എന്നാണ്. അപ്പോൾ സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഓവ്യൂൾ വിത്താകുന്നു എന്ന പ്രവർത്തനമാണ് സസ്യങ്ങളിൽ നടക്കുന്നത് കേട്ടോ. ക്ലിയർ ആണ്. അടുത്തത് എക്സിസ്റ്റീവ് കൺസർവേഷൻ ഉദാഹരണം എന്താണ്? എക്സിസ്റ്റീവ് കൺസർവേഷൻ ഉദാഹരണം എന്താണ്? ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് കേട്ടോ. നോട്ട് ഇപ്പോഴേ പഠിച്ചു പോണേ, ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. എക്സിസ്റ്റീവ് കൺസർവേഷൻ ഉദാഹരണമായിട്ട് വരുന്നത് ഈ ഒരു ഓപ്ഷൻ ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. അപ്പം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുന്നു. അപ്പം ഓപ്ഷൻസിൽ നിന്ന് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഈ ഒരു ഓപ്ഷൻസിൽ നിന്ന് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. പ്രോട്ടീനാണ് കണ്ടെത്തുക. രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലോബുലിൻ ആണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഗ്ലോബുലിൻ ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ, പഠിച്ചോണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളത് ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോഴേ പഠിച്ചു പോകാം. ഏതൊക്കെയാണ്? പ്രോട്ടിയസ്, അതുപോലെ തന്നെ പെപ്സിന്, അതുപോലെ തന്നെ ട്രിപ്സിന്. പ്രോട്ടിയസ്, പെപ്സിന്, ട്രിപ്സിന് എന്നിവയാണ് മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളത്. അപ്പോൾ ബന്ധമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ ബി, ലിപ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ലിപ്പേസ് ആണ് കേട്ടോ. ഇപ്പോഴും പഠിച്ചു പോകണേ, ലിപ്പേസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. നോക്കാം നമുക്ക്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത നോക്കാം. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഏതാണ്? വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോണം, ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയും തെറ്റും കണ്ടെത്തുക എന്നാണ്. ശരിയും തെറ്റും കണ്ടെത്തുക എന്നുള്ളത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം എന്താണ്? വൈറസാണ്. ശരിയായിട്ടുള്ളതാണ്. എയ്ഡ്സ്, നിപ്പയ്ക്കും കാരണം എന്താണ്? വൈറസാണ്. അടുത്ത നോക്കാം. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത നോക്കാം. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ആണോ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ എന്നിവ ബാക്ടീരിയ ആണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം ശരി, അതുപോലെ തന്നെ 3ഉം 4ഉം തെറ്റ് എന്നാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്രൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രൂണി കൾച്ചർ നോട്ട് ചെയ്ത് പഠിച്ചു വേണേ. ക്രൂണി കൾച്ചർ എന്താണ്?
മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, തെന്നി നീങ്ങുന്ന സന്ധി കേട്ടോ, തെന്നി നീങ്ങുന്ന സന്ധി. അടുത്ത ചോദ്യം, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായിട്ടുള്ളവയാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ പേശീകോശത്തിനും ന്യൂറോണും ഇടയിൽ കാണപ്പെടുന്നു, ശരിയായിട്ടുള്ളതാണ്. പേശീകോശത്തിനും ന്യൂറോണും ഇടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു, അതും ശരിയായിട്ടുള്ള ഇതാണ്. 2 ന്യൂറോണുകൾക്കിടയിലാണ് സിനാപ്സ് കാണപ്പെടുന്നത്. 2 പേശികോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു, അതും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ്. അടുത്തത്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തങ്ങൾ നോട്ട് ചെയ്തോണേ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അൽനിക്കോ ആണ്. ഓപ്ഷൻ ബി അൽനിക്കോ ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ബേക്കലൈറ്റ് ആണ് കേട്ടോ. ബാക്കിയല്ല പോളിത്തീന്, നൈലോൺ, പോളിവിനൈൽ ക്ലോറൈഡ് ഒക്കെ തെർമോപ്ലാസ്റ്റിക് ആണ്. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ് കേട്ടോ, ബേക്കലൈറ്റ്. അപ്പോൾ 73 സി ആണ് ആൻസറായിട്ട് വരുന്നത്. 74ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാരാണ്? ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് കേട്ടോ. 75 PSC ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല, ഡിലീഷനാണ്. 76ാമത്തെ ചോദ്യത്തിലോട്ട് നോക്കാം. പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് എത്ര എന്നാണ്, നിരക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. 76. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ത്വരണമാണ്. 77 ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് കേട്ടോ. അടുത്തത്, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഒരു മിനിറ്റ് ഓക്കെ. ഒരു 78ാം ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? ഗതികോർജ്ജമാണ്. ഓപ്ഷൻ ഡി ഗതികോർജ്ജമാണ് കേട്ടോ, ഗതികോർജ്ജം. 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ അറ്റോമിക് റിയാക്ടറുകളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അറ്റോമിക് റിയാക്ടറുകളാണ് ഇതിനകത്ത് ഗ്രീൻ എനർജി അല്ലാത്തത്. സൗരോർജ്ജവും കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും ഹൈഡ്രോ ഇലക്ട്രിക് പവറും ഒക്കെ ഗ്രീൻ എനർജിയാണ്, നിങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. അതപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത് കേട്ടോ. അടുത്ത ചോദ്യം, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സോണാർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ അൾട്രാസോണിക് ആണ്. നോട്ട് പഠിച്ചോണേ, അൾട്രാസോണിക് തരംഗങ്ങളാണ് കേട്ടോ, അൾട്രാസോണിക് തരംഗങ്ങളാണ്. നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നിശാന്തതയാണ്. പഠിച്ചു വെച്ചാണ്, നിശാന്തതയാണ്. അപ്പോൾ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ ബി നിശാന്തത. അടുത്ത, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തതാണ്. നോട്ട് ചെയ്തോടെ, ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് വരുന്നത് ഓപ്ഷൻ സി ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. നിങ്ങൾക്ക് ഈ രോഗങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ഷുഗർ, അതായത് പിന്നെ ഫാറ്റി ലിവർ ഒരു ജീവിതശൈലി രോഗമാണ്. അതുപോലെ തന്നെ പക്ഷാഘാതം അതും ഒരു ജീവിതശൈലി രോഗമാണ് കേട്ടോ. അപ്പം ഓപ്ഷൻ സി ഹീമോഫീലിയാണ് ഇവിടെ ജീവിതശൈലി രോഗം അല്ലാത്തത് കേട്ടോ. അത് ജന്മന കിട്ടുന്നതാണല്ലോ ഹീമോഫീലിയ. 65 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്താണ്? പദാർത്ഥം ഏതെന്നാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി ഇനാമലാണ്. ഓപ്ഷൻ ബി ഇനാമലാണ്. അടുത്ത ചോദ്യം, ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ്
എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ലിംഫോസൈറ്റ് അല്ലേ? ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കരളാണ് കേട്ടോ. ഓപ്ഷൻ എ കരളാണ്. കരളിലാണ് യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളാണെന്ന് നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ശരിയായ ഉത്തരം കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് 2ഉം 3 ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങളുണ്ട്. പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ 2ഉം 3ഉം പ്രവൃത്തികളാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങളായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 72. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് കേട്ടോ. വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 73. മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ സി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. അടുത്തത്, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. അപ്പോൾ എന്താണ്? ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, 310 കെൽവിനാണ് കേട്ടോ. 310 കെൽവിനാണ്. അടുത്ത ചോദ്യം, ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏതാണ്? ചലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഇതാണ്. u² = v² - 2as കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചലനവുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യം ഏതാണ്? u² = v² - 2as ആണ് കേട്ടോ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് വായിച്ച് തന്നെ കേട്ടോ. രാസോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? രാസോർജ്ജം ഗതികോർജ്ജമായിട്ട് വരുന്നു. നിങ്ങൾക്ക് പിന്നെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവുന്നില്ല, അതുപോലെ തന്നെ താപോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നില്ല, അതുപോലെ തന്നെ യാന്ത്രികോർജ്ജം താപോർജ്ജം ആവുന്നില്ല. പെട്രോൾ കാറിലാണ്. അപ്പം പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനമാണ്. അപ്പം രാസോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ്. അപ്പോൾ സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായിട്ടുള്ള ക്രമീകരണം എന്താണ്? ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു കേട്ടോ. അപ്പോൾ സൂര്യഗ്രഹണമാണ്, നോട്ട് ചെയ്തോണേ. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. ശരിയായ ഉത്തരം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരം കണ്ടെത്തുന്നതാണ് ഈ പ്രസ്താവനകൾ തന്നിരിക്കുന്നത്. അപ്പം അതിലേതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. തെറ്റായിട്ടുള്ളതാണ്. ഹൈഡ്രജൻ ഡയറ്റോമിക് തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ കേട്ടോ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നോട്ട് ചെയ്തോണേ. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് കണ്ടെത്തണേ.
പ്രസ്താവന കണ്ടെത്തുമെന്നാണ്. ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക് നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? മൂലകമാണ് ഡാഷ് എന്നാണ്. അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജനാണ്. ഓപ്ഷൻ ഡി ഓ ആണ് കേട്ടോ, ഓക്സിജനാണ്. അപ്പോൾ അറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവാന്നാണ്. പല്ലിൻ്റെ പല്ലിൻ്റെ ആന്തര ഘടന തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, തെറ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡെൻഡൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം, അതല്ല. പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് വെച്ചിരിക്കുന്നത്, ആന്തരഘടനയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും ആന്തരഘടന അല്ല. അപ്പോൾ പല്ലിൻ്റെ ആന്തരഘടന, പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം, അത് ശരിയായിട്ടുള്ളതാണ് കേട്ടോ. പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം ആണ് പൾപ്പ് ക്യാവിറ്റി. അതുപോലെ തന്നെ സിമൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജകല, അതും ഒരു ആന്തരഘടനയുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ 3ഉം 4ഉമാണ് ആന്തരഘടനയുമായിട്ട് ബന്ധപ്പെട്ട ജോഡികൾ, അതായത് പൾപ്പ് ക്യാവിറ്റിയും സിമൻറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇതാണ് 3ഉം 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 3ഉം 4ഉം ശരി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്ന ഏതാണ്? അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ജീവകം ഇ അഥവാ വിറ്റാമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ അഥവാ ജീവകം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ശരിയായ ജോഡി കണ്ടെത്തുന്നതാണ്. സാംക്രമിക രോഗികളും അവയുടെ രോഗകാരികളുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കോളറ വൈറസ് തെറ്റായിട്ടുള്ളതല്ലേ? കോളറയുടെ രോഗകാരി വൈറസ് ആണോ? അല്ല. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. എലിപ്പനി ലെപ്റ്റോസ്പൈറ ശരിയായിട്ടുള്ളതാണ്. എലിപ്പനിയുടെ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറ ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്രബ് ടൈഫസ് വിബ്രിയോ കൊളോറ തെറ്റായിട്ടുള്ളതാണ്. കുരങ്ങുപനി ബാക്ടീരിയ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ് ശരിയായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അപ്പോൾ എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അമൃതം ആരോഗ്യമല്ലേ? നമുക്ക് ഓപ്ഷൻ നോക്കി തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അമൃതം ആരോഗ്യമാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ കേരള സർക്കാരിൻ്റെ പദ്ധതിയായിട്ട് വരുന്നത്. അപ്പം ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രമാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2 മാത്രം. അതായത് അമൃതം ആരോഗ്യം പദ്ധതിയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ജനിതക രോഗങ്ങളാണ്. ജനറ്റിക്സ് ആയിട്ട് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാൻസർ, സിലിക്കോസിസ് ആണോ? ജനിതക രോഗമാണോ? അല്ല. ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ആൻസർ കിട്ടിയേ. അതായത് എന്താണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയയും ജനിതക രോഗങ്ങളാണ്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ജനിതക രോഗമല്ല. പോളിയോ, റെറ്റനൻസ് അതല്ല. അപ്പം ടെറ്റനൻസ് അല്ല. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? 2 മാത്രമാണ്. ഓപ്ഷൻ ബി 2 മാത്രമാണ്. അതായത് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയയുമാണ് ഈ തന്നിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഏതാണെന്ന് നോക്കാം. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതങ്ങ് പറഞ്ഞു പോവാം. ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 200 മീറ്ററിനും 1000 മീറ്ററിനും താഴെ എഫോട്ടിക് മേഖല തെറ്റായിട്ടുള്ളതാണ്. 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ശരിയായിട്ട് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1 മാത്രം. അടുത്ത ചോദ്യം, മെനിഞ്ചൈറ്റസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അപ്പോൾ എന്താണ്? മെനിഞ്ചൈറ്റസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? നൈജീരിയ ആണ് കേട്ടോ.
മൂന്നാമത്തെ നൈജീരിയ ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ 3 എന്നാണ് വരുന്നത്. അതായത് ഏതാണ്? നൈജീരിയ ആണ് MEN5C വാക്സിൻ മെനിഞ്ചൈറ്റിസിനെതിരെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? എന്താണ് ചോദ്യം? എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, സെക്കൻഡ്സ്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താം. ഓപ്ഷൻ സി സെക്കൻഡ് ആണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അപ്പോൾ നമുക്കറിയാം കോൺകേവ് ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണ്ടെത്തുന്നത് ഫോർമുല എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. 1/f = ഇത് ഇക്വേഷൻ ഇതാണ്. 1/f = 1/u + 1/v ആണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. അതായത് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കേണ്ട ഇക്വേഷനായിട്ട് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ദർപ്പണത്തിന് മുമ്പിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു കോൺകേവ് ദർപ്പണത്തിൽ മുമ്പിലാണ് 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ദർപ്പണത്തിന് മുമ്പിലാണ് വരുന്നത്. ദർപ്പണത്തിന് മുമ്പിൽ വരുന്നതുകൊണ്ട് തന്നെ മൈനസ് ആണ്. അതായത് 1/-40 + 1/-10 ആണ്. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇത് നമുക്ക് ചെയ്തു നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് 40ഉം 10ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവായ ഛേദം എടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പൊതുവായ ഛേദം എടുത്തു കഴിയുമ്പോൾ 1/-1/40 4/4 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 4/40 ആണ് വരുന്നത്. 4/40 ആണ് വരുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? -1 + 4 ഡിവൈഡഡ് ബൈ 40 ആണ്. -1 + 4 ഡിവൈഡഡ് ബൈ 40 ആണ് വരുന്നത്. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? -5/40 ആണ്. -5/40 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? 1/f ഇട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. 1/f ഇട്ടാണ് -5/40 ആയത് കേട്ടോ. -5/40 ആയത്. അപ്പോൾ എഫ് ഫോക്കസ് ദൂരം അല്ലേ കാണുന്നത്. അപ്പോൾ എഫ് ഫോക്കസ് ദൂരം കാണുമ്പോൾ എത്രയാണ്? 40/5 ആണ്. 40/5 ആണ്. -40/5 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എത്രയാണ്? -40/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? -8 അല്ലേ? 8 അല്ലേ വരുന്നത്. അപ്പം ആൻസർ എത്രയാണ്? -8 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. -8 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓപ്ഷൻ എ -8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദർപ്പണത്തിൻ്റെ മുമ്പിൽ വരുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ് വരുന്നത് കേട്ടോ. നെഗറ്റീവ് ആവും കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോൾ -8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. +8 സെൻറ്റിമീറ്റർ കാണും. അതല്ല, -8 സെൻറ്റിമീറ്റർ ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 47 കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് മൂലമാണ് കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് കേട്ടോ. അടുത്തത്, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ്? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അതിന് ആൻസർ FeCl3H2 ഉണ്ടാകുന്നു കേട്ടോ. FeCl3H2 ഉണ്ടാകുന്നു എന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 49 ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? അപ്പോൾ ഡി സബ്ഷെല്ലാണ്, നോട്ട് ചെയ്തോണേ. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി 10 ആണ് കേട്ടോ. ഡി സബ്ഷെല്ലാകുമ്പോൾ 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ സാധിക്കും കേട്ടോ. ഡി സബ്ഷെല്ലിൽ. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ് കേട്ടോ. ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനേറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഏതാണ്? ഓപ്ഷൻ ബി TiO2 ആണ് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം
ഏതാണ് അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അപ്പോൾ എന്താണ്, അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് വായു കുമിളകളൊക്കെ പൊങ്ങി വരത്തില്ലേ, വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, അവഗാഡ്രോ നിയമം അനുസരിച്ചാണ് കേട്ടോ. അവഗാഡ്രോ നിയമം അനുസരിച്ചാണ്. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് നോക്കാം നമുക്ക്. സാൽമണല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗങ്ങളിൽ രോഗം കഠിനമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. എന്താണ്? സാൽമണല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. നമുക്കറിയാം, പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി അതിൻ്റെ ലക്ഷണമായിട്ട് കാണപ്പെടുന്നു. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയവ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. അതും ശരിയായിട്ടുള്ളതാണ്. എന്താണ്? ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയവ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ശരിയായിട്ടുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, അതായത് ദ 6th എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. എന്താണ്? ദ 6th എക്സ്റ്റിൻഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി അഥവാ 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് നമ്മുടെ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി ആണ്, എലിസബത്ത് കൊൽബാർട്ടാണ് കേട്ടോ. എലിസബത്ത് കൊൽബാർട്ടാണ്. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹ അഥവാ CO2 പോലെയുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി, കാർബൺ ക്രെഡിറ്റ് ആണ് കേട്ടോ. കാർബൺ ക്രെഡിറ്റ് ആണ്. ഒന്നുകൂടെ പറയാം, ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് CO2 പോലുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് കാർബൺ ക്രെഡിറ്റ്. അടുത്ത ചോദ്യത്തിലിട്ടോ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ജീവനിയാണ് കേട്ടോ. പേര് തന്നെ ഉണ്ടല്ലോ, ജീവനി എന്നാണ്. അപ്പോൾ എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രേരണ കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി, ജീവനിയാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഭൂഗുരുത്വാകർഷണം എങ്ങനെ അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഭൂഗുരുത്വാകർഷണം എങ്ങനെ വരും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരു ഭൂഗുരുത്വാകർഷണം കുറയുന്നതാണ്. ഓപ്ഷൻ ബി, കുറയുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭൂഗുരുത്വാകർഷണം അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഭൂഗുരുത്വാകർഷണം കുറയുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്ത എന്താണ്? എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത് നിയമമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഹുക്ക് നിയമം ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ പാസ്കൽ ബന്ധമുള്ളതാണ്. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമവും അതായത് എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുള്ള 3 നിയമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് മാലൂസ് നിയമമാണ്. അപ്പോൾ മാലൂസ് നിയമമാണ് ബന്ധമില്ലാത്ത ഒരു നിയമമായിട്ട് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത്. ഓപ്ഷൻ ബി, മാലൂസ് നിയമമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ഡി, സ്പാഡക്സ് ആണ്. ഓപ്ഷൻ ഡി, സ്പാഡക്സ്. അടുത്ത ചോദ്യം, പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഏതാണ്? അപ്പോൾ പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, ഡി ബ്രോഗ്ലിയാണ് കേട്ടോ. ഡി ബ്രോഗ്ലിയാണ് കേട്ടോ. ഓപ്ഷൻ സി, ഡി ബ്രോഗ്ലിയാണ്. അടുത്ത ചോദ്യം, CuNH3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, +3 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതെന്നാണ്? താഴെ തന്നിരിക്കുന്നതിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ സി, CO2 ആണ് കേട്ടോ. അടുത്ത ചോദ്യം,
2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ് ആണ്. ക്വാണ്ടം ഡോട്ട്സിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2025 സയൻസ് ചോദ്യങ്ങളുടെ ക്ലാസ് പാർട്ട് 1 ആണ്. ഇപ്പോൾ തന്നെ ഏകദേശം 30 മിനിറ്റോളമായി. അപ്പോൾ ഇനിയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല, എല്ലാവർക്കും മടുപ്പ് വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഒരു ക്ലാസ് കൂടി ഇടുന്നത്. അതായത് ബാക്കിയുള്ള ഇനി ഈ ഒരു വർഷം ചോദിച്ചിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് പാർട്ട് 2 ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇടുമ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഒന്ന് എക്സാം പോലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻസർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടല്ലോ. അപ്പോൾ ആൻസറിന് വേണ്ടി റെഫർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം അതുകൊണ്ടൊന്ന് ടെലഗ്രാം ചാനലിൽ കയറി ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് അതായത് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് സയൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം PSC റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് നമ്മുടെ കറണ്ട് അഫെയർ പോലെ പുതിയ ചോദ്യങ്ങൾ വരുന്നില്ലല്ലോ. സയൻസിലെ ചോദ്യങ്ങൾ ചോദിച്ചത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് വരും പരീക്ഷകളിൽ വളരെയധികം ഉപകാരപ്രദം ആവുന്നൊരു ക്ലാസ്സാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അതായത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളത് അഭിപ്രായം ആയിട്ട് അറിയിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ബൾക്കായിട്ട് ചെയ്യുമ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. നിങ്ങളും കണ്ടുപിടിച്ച് മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. മാക്സിമം എഫേർട്ട് എടുത്താണ് നമ്മൾ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പഴയ പോലെ വ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ യൂട്യൂബിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. മാക്സിമം ഒന്ന് അത് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ പോകും. അപ്പോൾ നമുക്കത് വളരെ ഒരു സപ്പോർട്ടാവുകയും ചെയ്യും. അതായത് ചാനൽ മാക്സിമം റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാകത്തുള്ളൂ. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ടും ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ടും ഉടനെ തന്നെ എത്തുന്നതാണ്. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഇരിക്കുക. അപ്പം ചാനൽ അവസാനം വരെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു ഓൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്.